സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇപ്പൊ തുടങ്ങാല്ലേ? ഓ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച നമ്മള് 2-ാം അധ്യായത്തിന്റെ 12-ലാണ് തുടങ്ങിയത്. അതൊരു അവിടെ അല്ല, 12-ലല്ല, 14-ല്. 12-ലാണ് ആ പാരഗ്രാഫ് നമ്മുടെ വേദപുസ്തകത്തിൽ തുടങ്ങുന്നെങ്കിലും നമ്മൾ പറഞ്ഞ തോട്ട് തുടങ്ങുന്നത് 14-ാം വാക്യത്തിലാണ്. അതായത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എന്ന് തുടങ്ങുന്ന ആ ഭാഗം. അത് അവസാനിക്കുന്നത് സത്യത്തിൽ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ്. അത്രയും ഒരു സെഷനായിട്ടാ, ഒരു ചെയിൻ ഓഫ് തോട്ടാ അത്. അതിന്റെ ഏകദേശ പകുതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ആദ്യം ഒരു റോമൻ മിലിറ്ററി വാർ, ഇത് വിക്ടറി പരേഡിന്റെ കാര്യം പറഞ്ഞിട്ട് പൗലോസ് തന്റെ അപ്പോസ്തോല അധികാരം അല്ലെങ്കിൽ അപ്പോസ്തോല ശുശ്രൂഷ എന്താണെന്ന്, ഏത് രീതിയിലുള്ളതാണെന്ന് പറയാൻ വേണ്ടി ഒരു ഇമേജ് എടുത്ത്, അതായത് അങ്ങനെ ദൈവം നയിക്കുന്ന ഒരു വിക്ടറി പരേഡില് സ്വയം അതിനകത്തൊരു അടിമയായിട്ട് ബന്ധിക്കപ്പെട്ടവനായിട്ട് ആണ്, ദൈവത്തിന് വേണ്ടി ബന്ധിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് പൗലോസിന് ആരുടെയും റെക്കമെൻഡേഷൻ ലെറ്റർ ആവശ്യമില്ല, ശ്ലാഘ്യപത്രം എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. അത് ആവശ്യമില്ല. അത് എന്നിട്ട് പറയും, നിങ്ങൾ തന്നെയാണ് എന്റെ ശ്ലാഘ്യപത്രം. അന്നേരം എന്നിട്ട് ആ എഴുത്ത് എന്നുള്ള ഒരു ഇമേജ് പിന്നെ രണ്ടാമത് കൊണ്ടുവന്നിട്ട്, ലെറ്റർ എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവന്നിട്ട് ആ ലെറ്റർ എന്നുള്ള ഇമേജിൽ നിന്ന് ഗ്രാജുവലി അത് 2 കവനന്റുകളിലേക്ക് പോവുകയാണ്. ന്യൂ കവനന്റ് ആൻഡ് ഓൾഡ് കവനന്റ് എന്നുള്ളത്. ഞാൻ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് പുതിയ കവനന്റ് ആണ് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അതാണ് 3-6. അതിന്റെ ഒരു സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് 3-ാം അധ്യായം 6-ാം വാക്യമാണ്. അവൻ ഞങ്ങളെ പുതിയ ആകുവാൻ പ്രാപ്തരാക്കി എന്നുള്ളത്. അവിടെയാ അതിനെ എന്നിട്ട് ഒരെണ്ണം ആത്മാവിൻ്റെതാണ്. കല്ലിൽ എഴുതിയ എഴുത്ത്. പഴയതിനെ പറ്റി പറയുമ്പോൾ കല്ലിൽ എഴുതിയ എഴുത്ത് എന്നാണ് പറയുന്നത്. ഇത് പുതിയ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ആത്മാവ് തരുന്നതാണ്, അത് ജീവൻ നൽകുന്നതാണ്. കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതൊരു ഞാൻ പറഞ്ഞു അഫോർട്ടിയോറി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പ്രയോഗമാണ്. അല്ലെങ്കിൽ അത് ഹീബ്രു റബാനിക് ലിറ്ററേച്ചറിലുള്ള ഒരു സംഗതിയാണ്. ചെറുതിനുള്ള യോഗ്യതയിൽ നിന്ന് വലുതിലേക്ക് പോവുക. ചെറുതിന് ഇപ്പം നമ്മൾ പറഞ്ഞ ചന്ദ്രന് പ്രകാശമുണ്ടെങ്കിൽ സൂര്യന് എത്രയധികം പ്രകാശമുണ്ട് എന്ന് പറയുന്ന ഒരു മോഡലില് മോശയുടെ ന്യായപ്രമാണത്തിന് തേജസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തുടർച്ച അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിച്ച് പുതിയത് സ്ഥാപിച്ച പുതിയ പ്രമാണം, പുതിയ ഉടമ്പടിക്ക് എന്തുമാത്രം പ്രകാശം ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് പഴയതിനെ പറ്റി പറയുമ്പോൾ അത് മാഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ അത് അവസാനിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് പൗലോസ്ലീഹ പറയുന്നത്. പുതിയതാണെങ്കിൽ അത് നിത്യമായിട്ട് നിലനിൽക്കുന്നതാണ്, അത് ജീവൻ നൽകുന്നതാണ്. പിന്നെ പഴയതും പുതിയതും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമം അല്ലെങ്കിൽ
അച്ഛൻ പറയുന്നത് ശരിക്കും കേൾക്കത്തില്ല. ഈ ബ്രോക്കൺ വേർഡ്സ് ആയിട്ടാണ് കേൾക്കുന്നത്. അച്ഛൻ കേൾക്കുന്നില്ലായിരുന്നു. മ്യൂട്ടാ അച്ഛൻ. ഇപ്പൊ അല്ല, ആദ്യം ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? അല്ല, കേട്ടു, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. എന്റെ ഇന്റർനെറ്റ് ഇന്ന് വൈകിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതിപ്പം തനിയെ ഡിസ്കണക്ട് ആയി പോയിട്ട് റീകണക്ട് ചെയ്ത് വന്നതാ. ആ, അതെ അതെ, ഒരു കാര്യം, ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. ഞാനത് എന്റെ ഫോണിലേക്ക് മാറാം. ഓക്കെ, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? ആ, കേക്കാം അച്ഛൻ. കേൾക്കാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എന്റെ വൈഫൈക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. വൈകിട്ട് സന്ധ്യാവസാനം നടന്നപ്പോഴും ഇതിങ്ങനെ ബ്രേക്ക് ഓക്കെ. ആയി പോയത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ചെയിൻ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന അതിന്റെ ആ ഒരു സ്ട്രക്ചറാ പറഞ്ഞു വന്നേ. ആദ്യം ആ മിലിറ്ററി പരേഡിന്റെ ഇമേജ് കാണിച്ചതിന് ശേഷം അതിൽ നിന്ന് ഈ റെക്കമെൻഡേഷൻ ലെറ്ററിനെ പറ്റി പറഞ്ഞതിന് ശേഷം ആ റെക്കമെൻഡേഷൻ ലെറ്ററിൽ നിന്ന് ആ ലെറ്റർ എന്നുള്ള ഒരു ഇമേജ് എടുത്തുകൊണ്ട് ആ ലെറ്റർ എന്നുള്ള ഇമേജിലൂടെ പഴയ മോശയുടെ കൽപ്പനകളിലേക്ക് പോയി. എന്നിട്ട് അത് കല്ലിൽ കൊത്തിയ എഴുത്തും ആത്മാവിനാൽ ഉണ്ടായ പുതിയ നിയമത്തെ പറ്റിയും പറയും. എന്നിട്ട് ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ് പൗലോസ്ലീഹ എന്ന് പറയുകയാണ്. 3:6 അങ്ങനെ ഒരു പുതിയ കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരികയാണ്. ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഇറ്റ്സ് എ ന്യൂ കവണന്റ്, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കവണന്റ് എന്ന് പറഞ്ഞിട്ട് ആ ന്യൂ കവണന്റും ഓൾഡ് കവണന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ആ കമ്പാരിസണെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് ഒരു പ്രത്യേക തരം സാഹിത്യത്തിലെ ഒരു പ്രത്യേക ടൂളാണ്. ഈ ഹീബ്രു സാഹിത്യത്തിലും ഉണ്ട്, ലാറ്റിൻ സാഹിത്യത്തിലും ഉണ്ട്. അതായത് ചെറിയതിനെ വലുതുമായിട്ട് കമ്പയർ ചെയ്യുക. ചെറുതിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യുന്ന വലുതിന് അതിലധികം അത് ഉണ്ടെന്നുള്ളത്. ഇപ്പൊ പഴയതിന് തേജസ് ഉണ്ടെങ്കിൽ പുതിയതിന്റെ തേജസ് പഴയതിനെ മറികടക്കുന്ന തേജസ് ആണ്. അതാണ് 3:8, 9, 10 പറയുന്ന, അല്ലെങ്കിൽ 8, 9, 10 പറയുന്ന ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും എന്ന് പറയുന്നത്. അതൊരു ഒരു കമ്പാരിസണാണ്. പഴയതിനെ പറ്റി പറയുമ്പോൾ പൗലോസ് പറയുന്നത് അത് നീങ്ങിപ്പോകുന്നതാണ്, അത് മരണത്തിന്റെ കാരണമുള്ളതാണ്, അത് എക്സ്റ്റേണൽ ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. മനുഷ്യൻ അതിനെ ആത്മാവിലേക്ക് അതിനെ ഉൾക്കൊണ്ടില്ല, ഇന്റീരിയറൈസ് ചെയ്തില്ല. പുതിയതെന്ന് പറയുന്നത് ജീവൻ നൽകുന്നതാണ്, അത് ഇൻവേഡ്നെസ് ഉള്ളതാണ്, മനുഷ്യന്റെ ആത്മാവിനെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്നതാണ്, അത് നിത്യമായതുള്ള പെർമനന്റ് ആണ്. അതാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് അടുത്ത ഒരു ഇമേജിലേക്ക് പോവുക. അതാണ് നമ്മൾ 12 മുതൽ 18 വരെ വായിക്കുന്നത്. ഈ 12 വീണ്ടും ഒരു പുതിയ ഒരു ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ സെഷൻ പോലെയാണ് തുടങ്ങുന്നത്. അതിന്റെ ഒരു സബ് സെഷൻ തുടങ്ങിയ ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് therefore having such hope we act with openness. ഈ വിധം പ്രത്യാശയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ ആ ഒരു സവിശേഷതകൾ പറഞ്ഞല്ലോ, ആ സവിശേഷതകളാണ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നത്. അല്ലെങ്കിൽ ന്യൂ കവണന്റ് ഞങ്ങൾക്ക് തരുന്ന പ്രത്യാശ, ഹോപ്പ്, അതിലൂടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ ഹോപ്പ് ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ മലയാളത്തിൽ അവിടെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതായത് വിത്ത് കറേജ് ഓർ കോൺഫിഡൻസ് വി ആർ പ്രീച്ചിങ് ദിസ് ഗോസ്പൽ എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് അവിടെ പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 34 അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, മോശ പർവ്വതം ഇറങ്ങി വരുമ്പോൾ, കൽപ്പനകളുമായിട്ട് പർവ്വതം ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം ശോഭിച്ചു, പ്രകാശിച്ചു. അപ്പം അതിലേക്ക് നോക്കുവാനായിട്ട് അഹ്റോനും ജനങ്ങൾക്കും ഭയമായി. അന്നേരം അതിനെ തുടർന്ന് മോശ ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പം മോശ മുഖത്തൊരു മൂടുപടമിട്ടു, വെയിൽ. വെയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. അന്നേരം
ലെറ്റർ എന്നുള്ളത് ലെറ്റർ കവണന്റായി, കവണന്റിൽ നിന്ന് മോസസിലേക്ക് പോയി, മോസസിന്റെ വെയിൽ. അതാണ് ഈ 12 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അന്നേരം മോശ ജനത്തിന്റെ മുമ്പാകെ ഒരു വെയിൽഡ് ഫേസ് ആയിരുന്നു മോശ ജനത്തിന്റെ മുമ്പാകെ. മോശ ഈ കൽപ്പനകൾ വായിച്ചിട്ട് കൽപ്പലക വായിച്ച് അല്ലെങ്കിൽ 10 കൽപ്പനകൾ വാങ്ങി തിരിച്ചു വന്നതിന് ശേഷം മോശയുടെ മുഖം ആരും കണ്ടിട്ടില്ല എന്ന് വേണം നമ്മൾ ധരിക്കാനായിട്ട്. കാരണം ദൈവത്തെ കണ്ട മോശയുടെ മുഖം പ്രകാശമുള്ളതായിട്ട് മാറി. അപ്പൊ ആ പ്രകാശം കാണാനായിട്ട് ഇവർക്ക് ധൈര്യമില്ലാഞ്ഞിട്ട് മോശ അതിനെ മൂടുപടം കൊണ്ട് മൂടി. എന്നാൽ മോശ ദൈവത്തെ പിന്നീട് പലപ്പോഴും മോശ തിരിച്ച് ദൈവത്തോട് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ ആ മൂടുപടം മാറ്റും. തിരിച്ച് ജനങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ മൂടുപടം തിരിച്ചു വിടും. അതാണ് അവിടെ പറയുന്നത്. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. അന്നേരം ഞങ്ങളുടെ ന്യൂ കവണന്റ് എന്ന് പറയുന്നത് ഇതുപോലെ അല്ല എന്ന് പറയുകയാണ്. ഏതുപോലെയല്ല? മോശ മൂടുപടം ഇട്ട് മറച്ചതുപോലെയല്ല. ഞങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതായത് അന്നേരം മോശ എന്തുകൊണ്ട് മൂടുപടം ഇട്ട് മറച്ചു എന്നുള്ളതിന് പൗലോസ്ലീഹ ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കുക. ഈ മോശയ്ക്കറിയാം ഈ മോശയുടെ കവണന്റ് ഇറ്റ്സ് നോട്ട് പെർമനന്റ്, നോട്ട് എറ്റേണൽ, ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. അന്നേരം ഇത് നീങ്ങിപ്പോകാനുള്ള കൽപ്പനകളാണ്, അല്ലെങ്കിൽ നീങ്ങിപ്പോകാനുള്ള ഉടമ്പടിയാണെന്ന് മോശയ്ക്കറിയാം. അന്നേരം അതുകൊണ്ടാണ് അത് പെർമനന്റ് അല്ല, അതിനൊരു പാർഷ്യലായിട്ടുള്ള ഒരു സ്വഭാവമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ മറച്ചു വെച്ചത്. അന്നേരം ആ മറച്ചു വെച്ചത് പൂർണ്ണമല്ല എന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. മോശ തന്റെ മുഖം മറച്ചത് ആ ഉടമ്പടി അല്ലെങ്കിൽ ആ കൽപ്പനകൾ, ആ ഓൾഡ് കവണന്റ് പൂർണ്ണമല്ലാത്തത് കൊണ്ട് അവനത് മറച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അന്നേരം ഈ മോശ മുഖം മൂടുപടം കൊണ്ട് മറച്ചെങ്കിൽ ആ മൂടുപടത്തെ പൗലോസ്ലീഹ ഒരു ഷിഫ്റ്റ് കൊടുത്തിട്ട് ആ മോശയുടെ നിയമം വായിക്കുന്നവർക്കെല്ലാം അവരുടെ മനസ്സിനകത്തും ഒരു വെയിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ആ വെയില് മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തിനുമുണ്ട്, പൗലോസിന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിനുമുണ്ട്. ആ വെയിൽ അവിടെ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് ഈ പുതിയ നിയമം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകും. അന്നേരം ആ വെയിലുള്ളത് കൊണ്ട് അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും അവിടെ ഇരിക്കുന്നു. അന്നേരം സുവിശേഷം ആ ഒരു കോണ്ടെക്സ്റ്റൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ യഹൂദന്മാർക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മോശയുടെ മൂടുപടം എന്നത് മോശ ഇട്ട മൂടുപടം പോലെ ആലങ്കാരികമായിട്ടുള്ള ഒരു ഇമാജിനറി ഒരു വെയില് ഈ പഴയ നിയമം പഴയ നിയമ ഇസ്രായേലിന് ഉണ്ടായിരുന്നു. ആ വെയില് മാറാതെ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ ആ വെയിലില്ല. പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ അത് ക്രിസ്തുവിൽ വരുമ്പോൾ ആ വെയില് മാറിപ്പോകും. എന്നിട്ട് അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അവിടെ പറയുന്നുണ്ട്. 14 പറയുന്നത് തന്നെ 15 പറയുന്നത്, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. അന്നേരം ആദ്യം പറയുന്നത് അറ്റ് ദ റീഡിങ് ഓഫ് ദ ഓൾഡ് കവണന്റ് ദ സെയിം വെയിൽ റിമെയിൻസ് നോട്ട് അൺവെയിൽഡ്. രണ്ടാമത് പറയുന്നത് വെൻ എവർ മോസസ് ഈസ് റെഡ് ദ വെയിൽ ലൈസ് ഓവർ ദെയർ ഹാർട്ട്. ആദ്യം ഓൾഡ് കവണന്റ് എന്ന് പറയുന്നു, രണ്ടാമത് മോസസ് ഈസ് റെഡ് എന്ന് പറയുന്നു. അത് ഒരു സാഹിത്യത്തിലൊരു ഒരു പാരലായിട്ടുള്ള ഒരു ഉപയോഗമാണ്. അന്നേരം ഈ പഴയ നിയമ ഇസ്രായേലിനും പൗലോസിന്റെ കാലത്തെ എബ്രായർക്കും അല്ലെങ്കിൽ ഇസ്രായേലിനും അവർ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു വെയിൽ അവരുടെ ഹൃദയങ്ങളിൽ വീണുപോയി.
ആ വെയിൽ മാറ്റാതെ അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ക്രിസ്തുവിലേക്ക് വരുന്നവർക്ക് ആ വെയിലില്ല. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അത് 16-ാമത്തെ വാക്യം കണ്ടില്ലേ? അന്നേരം ആ മോശ ജനങ്ങളുടെ നേരെ തിരിയുമ്പോൾ മൂടുപടം ഇടും, മോശ ദൈവത്തിന്റെ നേരെ തിരിയുമ്പോൾ മൂടുപടം മാറ്റും എന്ന് പറയുന്നത് പോലെ പുതിയ നിയമ ഇസ്രായേല് ക്രിസ്തുവിന് നേരെ തിരിഞ്ഞപ്പോൾ അവരുടെ മൂടുപടം മാറിപ്പോയി. അവർക്ക് പിന്നെ എല്ലാം വ്യക്തമായി കാണാം, ദൈവത്തിന്റെ തേജസ് കാണാൻ പറ്റും. അതാണ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. All of us with face unveiled, contemplating as in a mirror the glory of the Lord, are being transformed from glory to glory into the same image as from the Lord who is Spirit. അന്നേരം പഴയ നിയമം വായിക്കുന്നവർക്കില്ലെങ്കിൽ പഴയ നിയമ ഇസ്രായേലിന്റെ ഹൃദയത്തിലൊരു മൂടുപടം ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവിലേക്ക് തിരിയുന്നവർ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ എങ്ങനെ മൂടുപടം മാറ്റിയോ അതേപോലെ സുവിശേഷത്തിലേക്ക് തിരിയുന്നവർക്ക്, ക്രിസ്തുവിലേക്ക് തിരിയുന്നവർക്കും ഈ മൂടുപടം മാറ്റപ്പെടും. ഈ മൂടുപടം മാറ്റപ്പെടുന്നത് മൂലം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, they are being transformed to the glory of the Lord. അത് ദൈവത്തിന്റെ മുഖം കണ്ട മോശയുടെ മുഖം എങ്ങനെ പ്രകാശിച്ചോ അതേപോലെ പുതിയ ഉടമ്പടി തന്ന ക്രിസ്തുവിന്റെ മുഖം കാണുന്നവരും ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അതാണ് അവിടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അതൊരു നമ്മുടെ ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമ്മൾ ഈ തെയോസിസ് എന്ന് പറയുമല്ലോ, ദൈവീകരണം. നമ്മൾ ഓർത്തഡോക്സ് സഭ രക്ഷ എന്നുള്ളതിനെ, സാൽവേഷൻ എന്നതിനെ ഉള്ള കൺസെപ്റ്റിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തെയോസിസ് എന്നുള്ളതാണ്, ദൈവീകരണം. ദൈവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണിത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. അതായത് സുവിശേഷത്തിലൂടെ ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ they are contemplating the glory of Lord. ക്രിസ്തുവിന്റെ മഹത്വമാണ് അവര് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവര് ആസ് എ മിറർ they are reflecting the glory of Jesus Christ. And being transformed എന്ന് പറയുമ്പോൾ അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ഒരു സ്റ്റേറ്റിലാണ് പറയുന്നത്. അവരെന്നും എപ്പോഴും അവരിങ്ങനെ രൂപാന്തരീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. എന്തിലേക്കാണ് അവർ രൂപാന്തരപ്പെടുന്നത്? എന്തിലേക്കാണ് അവർ ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. ഇപ്പോൾ ഉള്ള തേജസ്സിൽ നിന്ന് വീണ്ടും കൂടുതൽ തേജസ്സിലേക്ക്. ആരുടെ തേജസ്സാണ് അത്? ദൈവത്തിന്റെ തേജസ്സാണ്, ക്രിസ്തുവിന്റെ തേജസ്സാണ്. ക്രിസ്തു എന്ന് പറയുന്നത് അവിടെ സെയിം ഇമേജ് ആസ് ഫ്രം ദ ലോർഡ് ഹൂ ഈസ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ അവിടെ ക്രിസ്തുവിനെ പറ്റിയാണ് ആ ലോർഡ് പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അത് ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ആരുടെ തേജസ്സാന്ന് പറയുന്നുണ്ട്. ക്രിസ്തു പിതാവിന്റെ തേജസ്സാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അന്നേരം ഈ വിശ്വാസിയുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. സുവിശേഷത്തിലേക്ക് വരുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മൂടുപടം മാറിപ്പോകുന്നു. അവന് ദൈവത്തെ മുഖാമുഖം കാണാം, ദൈവത്തിന്റെ തേജസ് കാണാൻ പറ്റും. ദൈവത്തിന്റെ തേജസ് കാണുന്നതിന്റെ ഫലമായിട്ട് അവനും ആ തേജസ്സിലേക്ക് വരും. ആ തേജസ്സിലേക്ക് വന്നിട്ട് അതിനനുസരിച്ച് അവനും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അന്നേരം ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആയി തീരുക എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനാണ്. ക്രിസ്തുവിനെ പോലെ ആയി തീരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരുടെ ഇമേജ് ആണ്? അത് ക്രിസ്തു ദൈവത്തിന്റെ ഇമേജ് ആണ്. അന്നേരം ആ ദൈവത്തെ പോലെ ആയി തീരുകയാണ് എന്ന് അത് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം.
ശോഭ എന്ന് പറയുന്നുണ്ട്. അത് 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 വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. എന്നാലും അവിടെ ആ ഒരു കമ്പാരിസൺ ഉണ്ട്. In whose case the God of this age is blinded the mind of unbelieved, uh, the light of the gospel of glory of Christ, who is the image of God. അന്നേരം ഒരു വിശ്വാസി എന്തിലേക്കാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ തേജസ്സിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതാണ് പൗലോസ്ലീഹ അത് 18ാമത്തെ വാക്യമാണ് അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് അവിടെ പറയുമ്പോൾ അതൊരു പ്ലൂറൽ, നാം എന്ന ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതിയേക്കുന്നത്, അതായത് ഓൾ ഓഫ് അസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇതുവരെയും പൗലോസിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ സുവിശേഷത്തെ പറ്റി, ഞാൻ പ്രസംഗിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 18 വരുമ്പോഴത്തേക്ക് അവിടെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലായിട്ട് മാറും. നമ്മളെല്ലാം അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ളവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അന്നേരം അതിന്റെ ഇടയ്ക്ക് 17ാമത്തെ ഒരു വാക്കുണ്ട്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഒരു ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് കൂടെ ഇവിടെ ഉണ്ട്. അതായത് പിതാവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും ആ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ ആ പാരഗ്രാഫിനകത്തുണ്ട്. ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹയുടെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ക്രിസ്തുവിന്റെ ആത്മാവ് വരുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ളത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിലും. അതായത് ഗലാത്യ ലേഖനത്തിനകത്ത് അത് കമ്പയർ ചെയ്യുന്നത് സാറയും ഹാഗാറിനെയും വെച്ചുകൊണ്ടാണ്. സാറ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, ഹാഗാർ അടിമത്തത്തിന്റെ ഇമേജ് ആയിട്ട്. അന്നേരം സാറയിലൂടെ ഉണ്ടായവർ അത് സ്വതന്ത്രരാണ് എന്ന രീതിയിലാണ് അവിടെ. എന്നിട്ട് 5-ാം അധ്യായം തുടങ്ങുന്ന പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ക്രിസ്തു ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് എന്ന് പൗലോസ്ലീഹ പല ലേഖനങ്ങളിലും പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോരുത്തടുത്ത്, അതായത് സിന്നിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഡെത്തിൽ നിന്നുള്ള, മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ മോശയുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് പൗലോസ്ലീഹ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റോമാലേഖനം 6-ാം അധ്യായത്തിലും ഈ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വന്നത് നേരം ഈ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു സുവിശേഷത്തിൽ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് വരുന്ന ഒരു രൂപാന്തരീകരണം എങ്ങനെയാണ്, അത് പറയാൻ വേണ്ടി പൗലോസ്ലീഹ വന്ന ഒരു വഴിയും കൂടെ നമ്മൾ തോട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത വഴി, അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എങ്ങനെ മോശയിലേക്ക് പോയി, ഈ പുതിയ നിയമം പഴയ നിയമം എന്നുള്ള ആ കമ്പാരിസണും, പഴയ നിയമത്തിന്റെ പ്രധാന ശുശ്രൂഷകൻ എന്ന് പറയുന്നത് അത് വാങ്ങിച്ചു കൊടുത്തത് മോശയാണല്ലോ. ഇവിടെ അന്നേരം പഴയ നിയമത്തിന്റെ ശുശ്രൂഷകനായ മോശയും പുതിയ നിയമത്തിന്റെ അപ്പോസ്തലനായിട്ട് ഇവിടെ പൗലോസ്ലീഹായി. എന്നിട്ട് അവർ തമ്മിൽ ഒരു കമ്പാരിസൺ. ആ കമ്പാരിസണിൽ ഏതിനാണ് കൂടുതൽ ഗ്ലോറി, അത് ആ ഗ്ലോറിയിൽ നിന്ന് ആ ഗ്ലോറി എങ്ങനെയാണ് നമ്മൾ സുവിശേഷം വായിക്കുന്നവർ മനസ്സിലാക്കുന്നത്. കാരണം അത് മനസ്സിലാക്കുന്നതിന്റെ കാരണം നമുക്ക് അത് ക്രിസ്തുവിന്റെ പ്രകാശം കാണാൻ നമുക്ക് തടസ്സമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഒരു മൂടുപടമില്ല. പഴയ നിയമകാലത്ത് മോശയുടെ പ്രകാശം കാണാതിരിക്കാൻ മൂടുപടമിട്ടതുപോലെ അങ്ങനെ ഒരു മൂടുപടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വരുന്നത്. അന്നേരം ആ പ്രകാശം കാണുന്നവരൊക്കെ നമ്മൾ അത് ട്രാൻസ്ഫോർമേഷന് വിധേയരാകണം. അതായത് ക്രിസ്ത്യൻ ലൈഫിന്റെ തന്നെ എന്താ പറയുന്ന ഒരു കൺസൈസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അവന്റെ പ്രകാശം, അവന്റെ തേജസ്സിനോട് നമ്മളും ആ തേജസ്സിലേക്ക് വളരുക, അല്ലെങ്കിൽ ആ തേജസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളതാണ്. അതാണ് 3-ാം അധ്യായം തീരുന്നിടത്ത് അങ്ങനെയാണ് പൗലോസ്ലീഹ അത് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് 4 തുടങ്ങുമ്പോൾ therefore എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങൾ അന്നേരം ഈ കരുണ മൂലമാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട്
ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ഇത് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുകയാണ്. അന്നേരം പൗലോസ്ലിഹയുടെ തന്നെ ആ കൺവെർഷനെ പറ്റിയും കൂടെയാണ് പൗലോസ്ലിഹ, ഇതൊരു ഓട്ടോബയോഗ്രഫിക്കലും കൂടെയാണല്ലോ. അന്നേരം ആ ദൈവത്തിന്റെ കരുണയാലാണ് ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് എന്ന് പൗലോസ്ലിഹ പറയുകയാണ്. എന്നിട്ട് അങ്ങനെ കരുണ ലഭിച്ചത് കൊണ്ട് എന്തൊക്കെ ചെയ്തു? അതാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്. ലജ്ജാകരമായ രഹസ്യങ്ങളെയൊക്കെ ത്യജിച്ചു, ഉപായം പ്രയോഗിച്ചില്ല, ദൈവവചനത്തിന് കൂട്ടുചേർത്തില്ല, സത്യം വെളിപ്പെടുത്തി ദൈവസന്നിധിയിൽ സകലരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അത് അവിടെ ആ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മുമ്പേയും ഇനി പിന്നെയും പറയാനുള്ളതായി. അതായത് ഉപായം പ്രയോഗിക്കാതെ എന്ന് പറയുമ്പോൾ നോട്ട് ആക്ടിങ് കണ്ണിങ്ലി എന്ന് പറയാൻ കാരണം, ഉപായം പ്രയോഗിക്കാതെ പൗലോസ്ലിഹ തന്നെ ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭാരമായില്ല എങ്കിലും ഉപായിയാകിയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അതായത് പൗലോസ്ലിഹായ്ക്ക് നേരെയുള്ള ഒരു ആരോപണം അത്. ഈ കൗശലം പ്രയോഗിക്കുന്നു, കണ്ണിങ് ആണ് എന്നുള്ള ഒരു ആരോപണം. അന്നേരം ഇവിടെ പൗലോസ്ലിഹ പറയുകയാണ്, ഈ ശുശ്രൂഷ ഞങ്ങൾ കണ്ണിങ് ആയിട്ടല്ല, ഞങ്ങൾ അതിൽ ഉപായമൊന്നും പ്രയോഗിച്ചിട്ടില്ല. അതുപോലെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ, ആ പ്രയോഗം നമ്മൾ നേരത്തെ കണ്ടതാണ്, 2:17 കണ്ടതാണ്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. അതായത് മായം ചേർക്കുന്ന, അല്ലെങ്കിൽ പെഡിലേഴ്സ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ പ്രയോഗം. ഈ പെഡിലേഴ്സ് എന്ന് പറയുന്നത് വ്യാപാരം ചെയ്യുക എന്നുള്ളതാണ്. അതിന് മായം ചേർക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ആ മായം ചേർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ ഇവിടെ കൂട്ടുചേർക്കുക എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഈ പഴയ കാലത്ത് വീഞ്ഞ് കച്ചവടം ചെയ്യുന്നവര് വീഞ്ഞിനകത്ത് വെള്ളം ചേർത്ത് അതിനെ ഡയല്യൂട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഈ കച്ചവടം ചെയ്യുന്നവർ മായം ചേർക്കുന്നവരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പെഡിലേഴ്സ് എന്നുള്ള വാക്കിന് പകരം മായം ചേർക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ കൂട്ടുചേർക്കുക എന്നുള്ള അർത്ഥം കൂടെ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഒന്നിലും കൂട്ടുചേർത്തിട്ടില്ല, ഫോൾസിഫൈ ചെയ്തിട്ടില്ല, മായം ചേർത്തിട്ടില്ല. We are not peddlers of word of God. We are not acting cunningly, but in full discourse of truth. ഞങ്ങൾ ഇതെല്ലാം സത്യത്തിൽ തന്നെയാണ് പറയുന്നത്. സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അവിടെ ആ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ കമന്റിങ് അവർ സെൽഫ് ബിഫോർ ഗോഡ് ടു എവരി വൺ കോൺഷ്യൻസ്. 3-ാം അധ്യായത്തിൽ ആ ശ്ലാഘ്യപത്രം വേണോ എന്ന് ചോദിക്കുന്നതായിട്ട് അതിനൊരു കണക്ഷൻ വരുന്നുണ്ട്, വേർഡ്സ് ഉപയോഗിക്കുന്നതായിട്ട്. അന്നേരം വീണ്ടും പൗലോസ്ലിഹായുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നീതിയോടുകൂടിയാണ്, സത്യമായിട്ടാണ് എന്ന് തൻ്റെ അപ്പോസ്റ്റോലിക് ഇന്റഗ്രിറ്റിയെ പറ്റി പറഞ്ഞു വരികയാണ്. അന്നേരം ഈ തിയോളജിക്കലായിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ അവിടെ ഇട്ടതിന് ശേഷം 4-ാം അധ്യായം തുടങ്ങുമ്പം വീണ്ടും പൗലോസ്ലിഹ ഒരു ഓട്ടോബയോഗ്രഫിക്കലായിട്ട് വരിക. അതിനകത്ത് അതിന്റെ ലിറ്ററേച്ചറിന്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ, ഈ 2:14 തുടങ്ങുമ്പം ഇത് തന്നെയാ പൗലോസ്ലിഹ പറയുന്നത്. അവിടെ ഓട്ടോബയോഗ്രഫിക്കലായിട്ടാണ് പറയുന്നത്, ഞാൻ ഇന്റഗ്രൽ ആണ് എന്ന് പറഞ്ഞതിന്. അതായത് 2:17 പറയുന്നുണ്ടല്ലോ, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഐ ആം ഇന്റഗ്രൽ ടു യു എന്ന് പറഞ്ഞിട്ടാണ് ഈ 3-ാം അധ്യായത്തിൽ ഈ കമ്പാരിസണിലേക്ക്, ഈ ന്യൂ കവണന്റ് എന്നുള്ള ആശയത്തിലേക്കും ഒക്കെ വന്നത്. അപ്പോൾ അതിന്റെ പാരലായിട്ടാണ് ഈ 4:1-6 വരുന്നത്. ഇതിനെ ഒരു റിംഗ് സ്ട്രക്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ, ഖ്യാസം എന്നൊക്കെ പറയും. റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറയുന്ന ആ ഒരു ആർഗ്യുമെന്റ് ഏറ്റവും അവസാനവും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതിന്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട കണ്ടന്റ്, തിയോളജിക്കലായിട്ടുള്ള കണ്ടന്റ് വരിക. അന്നേരം ഈ 2:14-17 പാരലാണ് 4:1-6. അത് മനസ്സിലാക്കാൻ അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ ഈ 2:17-ആയിട്ടും
ഒക്കെ 3:1 കണക്ട് ചെയ്യുന്ന ശ്ലാഘ്യ പത്രത്തെ പറ്റിയുള്ളത് ഇവിടെ കമന്റിങ് എന്നുള്ള ആ ഒരു മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്നുള്ളത് ഈ പെഡ്ലേഴ്സ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലെല്ലാം ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഒരു സാഹിത്യത്തിലെ ഒരു ടെക്നിക്കാണ് ഈ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എ ബി എ സ്റ്റാർ എന്ന രീതിയിൽ എയും എ സ്റ്റാറും പരസ്പരം പാരലായിരിക്കും. ബി എന്ന് പറയുന്ന കണ്ടന്റ് അതിന്റെ ഇടയിൽ നിൽക്കുന്നതായിരിക്കും. അതായിരിക്കും അതിന്റെ സെൻട്രൽ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അന്നേരം അതാണ് ഈ 4:1 തൊട്ട് 6 അവിടെ. അപ്പം ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നു. ആ ശുശ്രൂഷയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എന്താണ് ചെയ്യുന്നത്? അതാണ് 2ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ലജ്ജാകരമായ റിനൗൺസ്ഡ് ഹിഡൻ ഡീഡ്സ് ഓഫ് ദാറ്റ് ഇസ് അഷെയ്മിങ്, ലജ്ജ ഉണ്ടാക്കുന്ന രഹസ്യ കാര്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പൗലോസ്ലീഹ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് പണ്ടെന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മറ്റുള്ളവർ അതായത് ഈ നമുക്കറിയാമല്ലോ നേരത്തെ പറഞ്ഞ ഈ സൂപ്പർ അപ്പോസ്റ്റൽ അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഈ കൊരിന്ത്യ സഭയിൽ ലഹള ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അവരെ പറ്റിയ അവര് ചെയ്യുന്നത് പോലെ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ സത്യം ഓപ്പണായിട്ട് സുവിശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് 3ാമത്തെ വാക്യം വരുമ്പോൾ നേരത്തെ പറഞ്ഞ ആ വെയിലിനെ ഒന്നുകൂടെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയാ. പൗലോസിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു ആരോപണം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അത് ഇവിടെ വീണ്ടും പൗലോസ്ലിഹ എടുത്ത് പറയുകയാണ്. ഞങ്ങളുടെ സുവിശേഷം അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാകാതെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ നശിച്ചു പോകുന്നവർക്ക് മറിഞ്ഞിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് 4ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതായത് അവിടെ ഈ ലോകത്തിന്റെ ദൈവം എന്നൊരു പുതിയ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവരിക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ സാത്താൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ലേഖനത്തിൽ പൗലോസ് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പലയിടത്തായിട്ട് പല പേരുകളിൽ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു പേരാണ് സാത്താന് കൊടുക്കുന്ന ഒരു പേരാണ് ഗോഡ് ഓഫ് ദിസ് ടൈം, ഗോഡ് ഓഫ് ദിസ് ഏജ്. ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം ക്രിസ്തുവിന്റെ തേജസ് മനസ്സിലാക്കാൻ പറ്റാതെ വണ്ണം ഈ അൺബിലീവേഴ്സിന്റെ മനസ്സിനെ ബ്ലൈൻഡ് ആക്കി. അതുകൊണ്ടാണ് അവർക്കത് മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ വെയിലിനെ പറ്റി പറഞ്ഞു. പഴയ നിയമം വായിക്കുന്നവർക്കൊരു സാങ്കല്പികമായ വെയിൽ ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് പുതിയ നിയമം മനസ്സിലാകാത്തത് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം മനസ്സിലാകാത്തതെന്ന് 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞിട്ട് ഇവിടെ പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്. ഈ സുവിശേഷം ഈ മറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് അത് അവിശ്വാസികളുടെ മനസ്സിനെ ബ്ലൈൻഡ് ആക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം അല്ലെങ്കിൽ സാത്താനാണ് അവിശ്വാസികളുടെ മനസ്സിനെ ബ്ലൈൻഡ് ആക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിന്റെ പ്രകാശം, ക്രിസ്തുവിന്റെ പ്രകാശം, ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദ ഗോസ്പൽ അല്ലെങ്കിൽ ദ ലൈറ്റ് ഓഫ് ഗോസ്പൽ ഓഫ് ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. അവിടെ 3 ജെനിറ്റീവ. അതായത് സുവിശേഷത്തിന്റെ പ്രകാശം. ആ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസ്സാണ്. ക്രിസ്തുവിന്റെ തേജസ്സാകുന്ന സുവിശേഷത്തിന്റെ പ്രകാശം കാണാതിരിക്കാൻ സാത്താൻ അവരുടെ മനസ്സുകളെ ബ്ലൈൻഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാകാത്തത് എന്ന് പറയുക. എന്നിട്ട് 5-ാം വാക്യത്തിൽ വരുമ്പോൾ For we do not preach ourselves, but Jesus Christ as Lord, and ourselves as your slave for Jesus' sake. അതായത് ഞങ്ങൾ പ്രസംഗിക്കുന്നത്
ഞങ്ങളല്ല പ്രസംഗിക്കുന്നത്, ക്രിസ്തുവാണ് ഞങ്ങൾ നിമിത്തം പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞൊക്കെ അത് ആ ഇൻട്രൂഡേഴ്സുമായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. ഇൻട്രൂഡേഴ്സ് അവരുടെ ബുദ്ധിയിലും അവരുടെ കഴിവിലുമാണ് പ്രസംഗിക്കുന്നത് എന്നുള്ള അതിന്റെ ആ ഒരു ഇമേജ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ വചനമല്ല. വി ആർ നോട്ട് റീച്ച് അവർ സെൽഫ്. ഞങ്ങളല്ല പ്രസംഗിക്കുന്നത്, ക്രിസ്തുയേശുവിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതെങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ക്രിസ്തുയേശുവിന് ഞങ്ങളെ തന്നെ വി ആർ മേക്കിംഗ് അവർ സെൽഫ് സ്ലേവ്സ് ടു ജീസസ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നിട്ട് പ്രസംഗിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ് പ്രസംഗിക്കുന്നത്? അത് ദൈവത്തിന്റെ പ്രകാശമാണ്. ആ ദൈവത്തിന്റെ പ്രകാശം ആണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ബിക്കോസ് ദ ഗോഡ് ഹു സെഡ് ലൈറ്റ് വിൽ ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ഹാസ് ഷോൺ ഇൻ അവർ ഹാർട്ട്സ് ടു ബ്രിങ് ടു ലൈറ്റ് ദ നോളജ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ് ഓൺ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചിരിക്കുന്നു. അന്നേരം ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പ്രകാശം തന്നിട്ടുണ്ട്. ആ പ്രകാശം എന്താണ്? അത് ക്രിസ്തു യേശുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശം ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ജ്ഞാനം കൊണ്ടോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവം ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ക്രിസ്തുവിന്റെ തേജസ് നിറച്ചിരിക്കുന്നു. അവിടെ ഒരു പ്രയോഗമുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം, അല്ലെ? ലൈറ്റ് വിൽ ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. അതങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, അത് പൗലോസ്ലീഹ ഒരുപാട് പഴയ നിയമത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റില്ല. അതായത് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അത് വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ ഒന്നാണ്. അന്നേരം പ്രകാശം ഉണ്ടാക്കുന്നത് ആരാ? വെളിച്ചം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ വെളിച്ചം നൽകുന്നത് ദൈവമാണ്. ആ വെളിച്ചം ക്രിസ്തുവിന്റെ തേജസ്സാണ്. ആ ക്രിസ്തുവിന്റെ തേജസ്സാകുന്ന വെളിച്ചമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത് എന്ന് വീണ്ടും പൗലോസ്ലീഹ തന്റെ ഒരു അപ്പോസ്തോലിക് അതോറിറ്റി എന്താണെന്ന് വീണ്ടും ഒന്നുകൂടെ സ്ഥാപിക്കുകയാണ്. അന്നേരം ഈ രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗവും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോസ്തോലിക് അതോറിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ആ അതോറിറ്റി എങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞതിന് ശേഷം അത് 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 5-10 വരെ ഒരു പുതിയ തോട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ആ പുതിയ തോട്ട് ഈ 3-ൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഈ മൂന്നിന്റെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ വിശ്വാസിക്ക് സംഭവിക്കും. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്കും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ആ ട്രാൻസ്ഫോർമേഷൻ എന്തുവാണെന്നുള്ളതാണ് 4-ന്റെ 7 മുതൽ 5-ന്റെ 10 വരെ പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷന് 2 ഘട്ടമുണ്ട് എന്നുള്ള രീതിയിലാണ് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നത്. 4-ന്റെ 7 തൊട്ട് 18 വരെയുള്ള ഭാഗത്ത് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ പ്രസന്റ് ടൈം. ഇപ്പോഴുള്ള സമയത്തുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണം. 5-ന്റെ 1 മുതൽ 10 വരെ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. നമ്മൾ ഈ മരണ വീടുകളിലെല്ലാം വായിക്കുന്നത്. അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്ന ഒരു സംഗതിയാണ്. അത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഫ്യൂച്ചർ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ 2 തരം ട്രാൻസ്ഫോർമേഷൻ ഒരു വിശ്വാസിക്കുണ്ട്, ഒരു ബിലീവറിനുണ്ട് എന്നുള്ളതാണ് 4-ന്റെ 7 മുതൽ 5-ന്റെ 10 വരെ പറയുന്നത്. അന്നേരം സത്യത്തിൽ അത് 3-ന്റെ 18-ന്റെ ഒരു ഇലാബറേഷൻ ആണ്, അല്ലെ? 3-ന്റെ 18-ലാണ് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുന്നത്. ബീയിങ് ട്രാൻസ്ഫോംഡ് എന്ന് പറയുന്ന അതിന്റെ ഒരു എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് 4-ാം അധ്യായത്തിന്റെ 7 തൊട്ട് പറയുന്നത്. അതിനകത്ത് അന്നേരം 4-ാമത്തെ 7 തൊട്ട് വായിക്കും. 4-ാം അധ്യായത്തിന്റെ 7 തൊട്ട് വായിക്കുമ്പോൾ
ഒരു പുതിയ കൺസെപ്റ്റ് അവിടെ പൗലോസ്ലിഹ 7-ാമത്തെ വാക്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിനും ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. We have this treasure in earthen vessels, so that it may be evident that extraordinary power is from God and not from us. അന്നേരം ഇതുവരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുതിയ നിയമത്തിന്റെ ഈ ന്യൂ കവണന്റിന്റെ ശക്തി, ആ ശക്തിയാണ് ഞങ്ങളെ കൊണ്ട് ഇത് പ്രസംഗിപ്പിക്കുന്നത്. എന്നാൽ ആ പുതിയ നിയമത്തിന്റെ ഈ ശക്തി, ഈ അത്യന്ത ശക്തി എന്ന മലയാളത്തിൽ എക്സ്ട്രാ ഓർഡിനറി പവർ, ഈ എക്സ്ട്രാ ഓർഡിനറി പവർ ഇത് എവിടെയാണ് ട്രഷർ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ട്രഷേർഡ് ഇൻ ആൻ എർത്തൻ വെസൽ. ഒരു മൺപാത്രത്തിലാണത് അത് ട്രഷർ ചെയ്ത് വെച്ചേക്കുന്നത്. അന്നേരം അതൊരു പുതിയ ഒരു ഇമേജ് അവിടെ പൗലോസ്ലീഹ അവതരിപ്പിക്കുകയാണ്. അന്നേരം ഇത്രയും മഹത്വവും തേജസ്സും ഉള്ള ക്രിസ്തുവിന്റെ സുവിശേഷം എവിടെയാ സൂക്ഷിച്ചേക്കുന്നത്? അതൊരു മൺപാത്രത്തിലാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഏതായി മൺപാത്രം എന്ന് ചോദിച്ചാൽ അത് പൗലോസ് ആകുന്ന മനുഷ്യന്റെ ശരീരമാണത്, അല്ലെ? അല്ലെങ്കിൽ വിശ്വാസിയുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തെയാണ് അവിടെ എർത്തൻ വെസൽ എന്ന് പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. അതും പഴയ ആ പൗലോസിന്റെ കാലഘട്ടത്തിലെ പൊതുവെ ഉള്ള ഒരു ഉപയോഗത്തിൽ നിന്നാണ് ആ ഒരു ഇമേജ് വരുന്നത്. അതായത് ഈ ട്രഷർ, നിധി സൂക്ഷിക്കാൻ വേണ്ടി മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തില് സ്വർണ്ണമായാലും അത് നമുക്കറിയാം, ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഈ കുമ്രാൻ സ്ക്രോളൊക്കെ കിട്ടിയ ചരിത്രം നിങ്ങൾ എവിടെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. മൺപാത്രങ്ങളിലാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈജിപ്ഷ്യൻ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൊക്കെ നമുക്കത് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. വലിയ നിധികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് മൺപാത്രങ്ങളിലാണ്. ഈ മൺപാത്രം എന്ന് പറയുമ്പോൾ ഇതിന് തമ്മിലുള്ള ഒരു പാരഡോക്സിയൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, അത് രണ്ടും തമ്മിലുള്ള ഒരു വിരുദ്ധത, അല്ലെ? നിധി വളരെ വലിയ ശ്രേഷ്ഠമായ നിധിയാണ്, പക്ഷെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് വളരെ ഫ്രാജൈലായിട്ടുള്ള, വലിയ വിലയൊന്നുമില്ലാത്ത, എപ്പോഴും ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയിലാണ്, ഒരിടത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ അന്നേരം ഈ മിനിസ്ട്രിയുടെ, ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ഒരു പാരഡോക്സിക്കൽ മീനിങ് ആണ് ആ ഒരു വാക്യത്തിനകത്ത് ഇരിക്കുന്നത്. അതൊരു പുതിയ തോട്ട് അവിടെ അവതരിപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മള് ക്രിസ്തുവിന്റെ സുവിശേഷവും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളും ഒക്കെ ഈ മൺമയമായ, അല്ലെങ്കിൽ ഈ എർത്തൻ വെസലായ, ഈ മൺപാത്രമായ നമ്മുടെ ശരീരങ്ങളിലാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? അത് ആ പാരഡോക്സ് രണ്ട് രീതിയിലാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ എർത്തൻ വെസലിനുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ആ എർത്തൻ വെസലിന്റെ കിട്ടുന്ന ഒരു മഹത്വം. അതേ സമയത്ത് വളരെ ഇന്നെലിജിബിൾ ആയിട്ടുള്ള എർത്തൻ വെസലിനകത്ത് ഇത്രയും വലിയ നിക്ഷേപം സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്നുള്ളത്, അതാണ് അതിന്റെ പാരഡോക്സിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. അതാണ് പൗലോസ്ലീഹ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എർത്തൻ വെസൽ എന്നുള്ളത് പൗലോസ്ലീഹയെ പറ്റി തന്നെ പറയുമ്പോൾ തന്റെ ശരീരം, അതായത് നിങ്ങൾ പുറമേ കാണുന്ന പൗലോസ്ലീഹ, ഈ പുറമേ കാണുന്ന പൗലോസ്ലീഹായ്ക്കുള്ളിൽ ദൈവത്തിന്റെ നിക്ഷേപം ദൈവം ട്രഷറൈസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു അതിന്റെ മൺപാത്രമാണ്, എന്നാൽ പോലും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാലും ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അവിടെ ഒരു 8 രീതിയിലുള്ള 8 പ്രയോഗങ്ങളുണ്ട്. 4 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗങ്ങൾ. അതായത് വി ആർ അഫ്ലിക്റ്റഡ് ബട്ട് വി ആർ നോട്ട് കൺസ്ട്രെയിൻഡ്, വി ആർ പെർപ്ലെക്സ്ഡ് ബട്ട് വി ആർ നോട്ട് ഇൻ ഡൗട്ട്,
We are persecuted, but we are not forsaken. We are struck down, but we are not destroyed. ആ എർത്തൻ വെസൽ എന്നുള്ള ഒരു സങ്കല്പം വെച്ചുകൊണ്ട് വേണം ഇത് വായിക്കാൻ. അഫ്ലിക്റ്റഡ് ആണ്. അഫ്ലിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം. അത് നമ്മൾ ഈ ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കഷ്ടതകളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതാണ് എന്നൊക്കെയുള്ള ആ ഒരു 1:3 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ കഷ്ടതകളെ പറ്റിയാണ് പൗലോസ്ലീഹ പറയുന്നത്. അന്നേരം അത് തന്നെയാണ് പൗലോസ്ലീഹ ഈ ഒരു ജനറിക് സെൻസിലാണ് ഈ അഫ്ലിക്റ്റഡ് എന്നുള്ള കാര്യം, കഷ്ടതകൾ എന്നുള്ള ഒരു ജനറിക് സെൻസിലാണ് അഫ്ലിക്ഷൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കഷ്ടതയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഞെരുക്കമില്ല, ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. അതൊരു കോൺട്രാസ്റ്റാ. ഞങ്ങൾക്ക് വി ആർ പെർപ്ലക്സ്ഡ്, വി ആർ ബെവിൽഡഡ്, ബട്ട് വി ആർ നോട്ട് ഇൻ ഡൗട്ട്. ഞങ്ങൾക്ക് നിരാശയോ ഞങ്ങൾക്ക് സംശയമോ ഒന്നുമില്ല. ഈ സുവിശേഷം വഹിക്കുന്നത് വഴി, ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് വഴിയും ഞങ്ങൾ പല വിധത്തിൽ വി ആർ പെർപ്ലക്സ്ഡ്, പക്ഷെ ഞങ്ങൾക്ക് അതിൽ സംശയമൊന്നുമില്ല. മാനസികമായിട്ടുണ്ടാകുന്ന ഒരു കഷ്ടതയെ പറ്റിയാണ് ഈ രണ്ടാമത് പറയുന്നത്. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്ന് മലയാളത്തിൽ പറയുന്നത്. മൂന്നാമത് ഉപദ്രവം സഹിക്കുന്നവർ, വി ആർ പേഴ്സിക്യൂട്ടഡ്. പല രീതിയിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പേഴ്സിക്യൂഷൻ വരുന്നുണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള പെർപ്ലക്ഷൻ വരുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പേഴ്സിക്യൂഷനും ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഫോർസേക്കൺ. ആ വാക്കും വളരെ തിയോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, പഴയ നിയമത്തിൽ പൊതുവെ യെശയ്യാ പ്രവചനത്തിലൊക്കെ ഉള്ള യഹോവ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ളത്. അന്നേരം ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് പല രീതിയിൽ പുറമേ ഉള്ള ഉപദ്രവങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല. വി ആർ സ്ട്രക്ക് ഡൗൺ, വീണ് കിടക്കുന്നവരാണ്, അല്ലെ? ആ പേഴ്സിക്യൂഷന്റെ ഏറ്റവും മാക്സിമത്തിൽ വരുമ്പോൾ വി ആർ സ്ട്രക്ക് ഡൗൺ, ഞങ്ങളെ അടിച്ച് താഴ്ത്തി ഇട്ടേക്കും. പലരും അങ്ങനെ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന രീതിയിലെത്താം, പക്ഷെ ഞങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അന്നേരം അതാണ് ഈ എർത്തൻ വെസലില് ആ ട്രഷർ വെക്കുമ്പോൾ ആ എർത്തൻ വെസലിന് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കഷ്ടതകൾ വന്നാലും ആ കഷ്ടതകളൊക്കെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു പ്രത്യാശ, അതാണ് പൗലോസ്ലീഹ ആ 2 വാക്യത്തിലെ 8, 9 അവതരിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ഈ കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ കഷ്ടതകളൊക്കെ അതിജീവിച്ച് ഞങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? 10ാമത്തെ വാക്യം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങൾ നേരിടുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് വി ഡൈയിങ് ഓഫ് ജീസസ്. അത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് അവിടെയും പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രിസ്തുവിലുള്ള ഒരു മരണം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് പൗലോസ്ലീഹ. അന്നേരം നമ്മള് ഈ ലേഖനം വായിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു, പൗലോസിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താന്ന് ചോദിച്ചാൽ, പൗലോസ് ദൈവത്തിന്റെ സുവിശേഷവുമായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇത്രയും പേഴ്സിക്യൂഷൻസ് ഉണ്ടാകുന്നത്? അന്നേരം പൗലോസിന്റെ എതിരാളികൾ പറഞ്ഞത്, അവൻ നേരായ സുവിശേഷം അല്ല അവൻ പറയുന്നത്. നേരായ സുവിശേഷമാണ് അവൻ പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ കഷ്ടത വരത്തില്ലായിരുന്നു എന്നൊരു ഇമേജ് ഈ കൊരിന്ത്യയില് ഈ ഇൻക്ലൂഡിങ് അപ്പോസ്റ്റൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിന് മറുപടിയാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ കഷ്ടതകളെല്ലാം ഞങ്ങളുടെ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിക്കകത്ത് ആസ് എ മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈ കഷ്ടതകളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ആ കഷ്ടതകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ മരണത്തിലാണ് ഞങ്ങൾ പങ്കാളികളാകുന്നത്. അതിന്റെ ആഫ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അന്നേരം ഈ പേഴ്സിക്യൂഷൻ എല്ലാം ക്രിസ്തുവിന്റെ ലൈഫ്, ദ ലൈഫ് ഓഫ് ജീസസ് ഞങ്ങളുടെ ഈ പുറമേയുള്ള ഈ ബോഡിയിൽ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
എന്ന് പറഞ്ഞു വെക്കുകയാണ്. അന്നേരം അവിടെ എന്തുകൊണ്ട് തനിക്ക് കഷ്ടത വരുന്നു എന്നുള്ളത് എന്നിന് പൗലോസ്ലീഹ കൊടുക്കുന്ന ഒരു മറുപടിയാണ്. അത് ആ 10 തന്നെ 11 ഒരു വേറെ രീതിയിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അന്നേരം ഈ ക്രിസ്ത്യൻ പ്രീച്ചിങ്ങിനകത്ത്, ക്രിസ്ത്യൻ മിനിസ്ട്രിക്കകത്തും കഷ്ടത എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്ന് പൗലോസ്ലീഹ സ്ഥാപിക്കുകയാണ്. അങ്ങനെ കഷ്ടത വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ഈ മർത്യ ശരീരത്തിൽ, മോർട്ടൽ ബീയിങ് എന്നുള്ള, അതായത് നമ്മുടെ മോർട്ടൽ ഫ്ലഷ് എന്നുള്ള രീതിയിൽ, ആ എർത്തൻ വെസൽ എന്നുള്ളതിന് വേറൊരു പേര് പൗലോസ്ലീഹ കൊടുക്കുകയാണ്, മോർട്ടൽ ഫ്ലഷ്. ആ മോർട്ടൽ ഫ്ലഷ് ക്രിസ്തുവിൽ ജീവനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എന്നിട്ട് 12 പറയാണ്, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ മരണത്തിലൂടെ കഷ്ടതയിലൂടെയൊക്കെ പോകുമ്പോൾ ദ കൊരിന്ത്യൻ കമ്മ്യൂണിറ്റി വിൽ ബിക്കം മോർ ലൈഫ്. അതായത് നിങ്ങൾക്ക് ജീവൻ കൂടുതൽ കിട്ടും. അന്നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ കഷ്ടത ഏൽക്കുന്നത് എന്ന് കൂടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് 13 വരുമ്പോൾ, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. കോട്ടഡ് ആയിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത്. അതൊരു കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻ ഒരു സങ്കീർത്തനത്തിന്റെ കൊട്ടേഷനാണ്. നമ്മുടെ വേദപുസ്തകത്തിനകത്തേക്ക് നോക്കുമ്പോൾ 116 സങ്കീർത്തനം പൗലോസ്ലീഹ പക്ഷെ അത് കോട്ട് ചെയ്യുന്നത് സെപ്റ്റുജന്റിൽ നിന്നാണ്, ഗ്രീക്ക് ബൈബിളിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഗ്രീക്ക് ബൈബിൾ അത് 116 സങ്കീർത്തനം. നമ്മുടെ വേദപുസ്തകത്തിനകത്ത് 116 സങ്കീർത്തനത്തിന്റെ 116 സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അത് നമ്മൾ സെപ്റ്റുജന്റ് റീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാല് സെപ്റ്റുജന്റ് വായിക്കുമ്പം, ഐ ട്രസ്റ്റ് therefore I spoke, but I was humbled exceedingly എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് പൗലോസ്ലീഹ ഇവിടെ ഐ ട്രസ്റ്റ് therefore I spoke എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി 116 സങ്കീർത്തനത്തിന്റെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു നീതിമാന്റെ കഷ്ടതയെ പറ്റിയാണ് അവിടെ പറയുന്നത്. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും. നീ എന്നെ ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചിരിക്കുന്നു. 116 വായിക്കുമ്പോൾ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അന്നേരം ആ സങ്കീർത്തനത്തിന്റെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അത് ഈ നീതിമാന്റെ കഷ്ടതകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത്. അന്നേരം ഈ പൗലോസ്ലീഹ ഈ അഫ്ലിക്ഷൻസ് പറയുമ്പോൾ, അഫ്ലിക്ഷൻസിന് ഇങ്ങനെ ഒരു ദൈവം നീതിമാന്റെ കഷ്ടതകളിൽ നീതിമാനോട് കൂടെ ഇരിക്കുന്നവനാണ് എന്നുള്ള ഒരു രീതിയിൽ ആ സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ വിശ്വാസത്തിലാണ്, ആ വിശ്വാസത്തിന്റെ ആത്മാവ്, അതൊരു സങ്കീർത്തനക്കാരൻ പറയുന്ന ആ വിശ്വാസത്തിന്റെ ആത്മാവ് തന്നെയാണ് ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ വിശ്വാസവും, അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്നറിയുന്നു. അന്നേരം ഈ ട്രാൻസ്ഫർമേഷന്റെ എൻഡിങ് എങ്ങോട്ടാ പോകുന്നത്? ഈ പൗലോസ്ലീഹ
ഈ ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതേപോലെ ദൈവം അവനോടൊപ്പം ഞങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന്റെ മുമ്പാകെ ഞങ്ങളെയും നിർത്തും. ഇത് പൗലോസ്ലീഹ തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന്, അല്ലേ? അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ. അത് വീണ്ടും ഇവിടെ വരികയാണ്. അതായത് ഈ കഷ്ടതകളിൽ നിന്നെല്ലാം അവസാനം, ഈ കഷ്ടതകളുടെ എല്ലാം അവസാനം ദൈവം ഞങ്ങളെയും ഉയർപ്പിക്കും. ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ഈ കഷ്ടതകളുടെ എല്ലാം പ്രത്യാശ. അല്ലെങ്കിൽ ഈ കഷ്ടതകളുടെ എല്ലാം അവസാന പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് പറഞ്ഞിട്ട്, കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അന്നേരം ഈ കഷ്ടതകളെല്ലാം നിങ്ങൾ നിമിത്തവും കൂടെയാണ്, കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി കൂടെയാണ്. ഈ കഷ്ടതകൾ അനുഭവിക്കുന്നത് മൂലം ദൈവകൃപയും പെരുകുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവകൃപ പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിനായിട്ടാണ്, ദൈവത്തിന് സ്തോത്രം കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടതകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗം അന്നേരം പ്രസന്റ് ലൈഫിൽ എന്തുകൊണ്ട് കഷ്ടത വരുന്നു, ആ കഷ്ടതകൾ എങ്ങനെയാണ് പൗലോസ്ലീഹായെ മാറ്റാൻ പോകുന്നത്. അത് പൗലോസിനെ പറ്റി മാത്രമല്ല, ഒരു ക്രിസ്ത്യൻ ബിലീവറിനെ പറ്റിയും പറയാവുന്ന ഒരു സംഗതിയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സഫറിങ് ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, അഫ്ലിക്ഷൻസ് ഉണ്ടാകാം. ആ അഫ്ലിക്ഷൻസ് നമ്മുടെ ഈ എർത്തൻ വെസലിനെയാണ് അത് ബാധിക്കുന്നത്. പക്ഷെ ഒരു എർത്തൻ വെസൽ എന്നുള്ള രീതിയിൽ, മൺപാത്രം എന്നുള്ള രീതിയിൽ ഈ കഷ്ടതയൊന്നും ഈ മൺപാത്രത്തെ ഉടച്ചു കളയത്തില്ല. കാരണം ഈ മൺപാത്രത്തിന്റെ കഷ്ടത എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ കഷ്ടതയിലെ പങ്കാളിത്തമാണ്. അത് ക്രിസ്തുവിന്റെ ജീവനിലേക്ക് കടക്കാനുള്ള ഒരു ഉപാധിയും കൂടിയാണ് എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ. എന്നിട്ട് 16, 17, 18 അടുത്ത ഒരു അല്പം കൂടെ വ്യത്യാസമുള്ള ഒരു തോട്ട് അവതരിപ്പിച്ചതിന് ശേഷം 5-ാം അധ്യായം 1 മുതൽ 10 വരെ പോകുമ്പോൾ പൗലോസ്ലീഹ അവിടെ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ടെന്റ് ലൈക്ക് ബീയിങ് എന്നുള്ളത്, കൂടാരമാകുന്ന ഭൗമഭവനം എന്നുള്ളത്. അന്നേരം അതെല്ലാം നോക്കണം. ഇതെല്ലാം ഈ പൗലോസ്ലീഹ ഇതെല്ലാം പറയുമ്പം there is an outer man and there is an inner man. ഈ ഔട്ടർ മാനെയാണ്, അല്ലെങ്കിൽ ഔട്ടർ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഈ പുറമേ കാണുന്നത്, അതിനെയാണ് ഈ എർത്തൻ വെസൽ, ടെന്റ് ലൈറ്റ് ബീയിങ് എന്നൊക്കെ പറയുന്നത്. കൂടാരം അല്ലെങ്കിൽ മൺപാത്രം എന്നൊക്കെ പറയുന്നത്, അതിനെയാണ് നമ്മൾ പുറമേ കാണുന്നത്. പക്ഷെ അകമേ വേറൊരു മനുഷ്യനുണ്ട്, ഒരു ഇന്നർ മാനുണ്ട്. ആ ഇന്നർ മാനാണ് ട്രാൻസ്ഫോർമേഷന് വിധേയമാകേണ്ടത്. ആ ഇന്നർ മാനാണ് ക്രിസ്തുവിന്റെ ജീവനിലേക്ക് വരേണ്ടത്. ഇത് പൗലോസിന് മാത്രമല്ല, നമ്മൾ വിശ്വാസികൾക്ക് നമ്മൾ പോകേണ്ട ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നമ്മളൊരു രൂപാന്തരീകരണമാണ്. നമ്മുടെ പുറമേ കാണുന്ന എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇറ്റ്സ് ടെമ്പററി, ഇറ്റ്സ് ആൻ എർത്തൻ വെസൽ, ഇറ്റ്സ് എ ടെന്റ് ലൈക്ക് ബീയിങ്, ബട്ട് ദ ഇന്നർ മാൻ ഈസ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് അക്കോർഡിംഗ് ടു ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ഈ 4:7 മുതൽ 5:10 വരെയുള്ള ഐഡിയയുടെ ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത്. ദ ഇന്നർ മാൻ ആൻഡ് ദ ഔട്ട്വേർഡ് മാൻ ഓഫ് എ ബിലീവർ. ആദ്യം അത് പൗലോസിന്റെ കാര്യം പറഞ്ഞിട്ട്, അത് പൗലോസിന്റെ കാര്യം മാത്രമല്ല, അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയാണ്. എവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നർ ബീയിങ്ങിന് ട്രാൻസ്ഫോർമേഷൻ നടക്കണം എന്നുള്ളതാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇന്ന് നമുക്ക് അങ്ങനെ നിർത്താം. എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അച്ഛാ, 1 കൊരിന്ത്യൻസിലെ 15-ാം അധ്യായത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സസ് 29. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്?
അതിന്റെ മീനിങ് എന്തുവാ? അപ്പൊ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ സ്നാനം ഏറ്റിരുന്നോ ആ കാലത്ത്? എന്തോ അത് ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. ഇവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ 4:7 മുതൽ 10 വരെയുള്ള, അതായത് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റി നമ്മളിവിടെ പറഞ്ഞല്ലോ 4:14 ആ കർത്താവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും അവനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും. ഉം അന്നേരം അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു ചാപ്റ്ററായി 1 കൊരിന്ത്യൻസ് 15. അവിടെ ഉം ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റിയാ അവിടെ പറയുന്നത്. ഉം അന്നേരം ആ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞിട്ട് അവിടെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ് ഈ 29ാമത്തെ വാക്യത്തില് പൗലോസ് ലീഹ അവതരിപ്പിക്കുന്നത്. അന്നേരം ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ചോദിച്ചാൽ അതേന്നുള്ളതാ. മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കാറുണ്ടായിരുന്നു. ഓ അതായത് ആദിമ സഭയില് നമുക്കറിയാം കാറ്റക്യൂമൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലുള്ള മനുഷ്യരുണ്ടായിരുന്നു, അല്ലെ? കാറ്റക്യൂമൻസ് എന്ന് പറഞ്ഞാൽ വിശ്വാസ പഠിതാക്കൾ. ഉം ഈ പൊതുവെ അവര് ഇപ്പം ആദിമസഭയുടെ ഒരു പാരമ്പര്യത്തിൽ ഈ വലിയ നോമ്പിന്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ഈ കാറ്റക്യൂമൻ ഇനിസത്തിന്റെ ആ കാറ്റക്യൂമൻ ഇത് വിശ്വാസം പഠിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഉം അതായത് ഈ വിശ്വാസികള് 50 ദിവസം അല്ലെങ്കിൽ കുറച്ച് ഏറെ നാള് ഇരുന്ന് ഒരു ഗുരുവിന്റെ കൂടെ ഇരുന്ന് പഠിക്കും. ഉം എന്നിട്ട് ഈ പഠനത്തിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് ഇവര് സ്നാനമേൽക്കുന്നത്. ഉം അത് ആദിമസഭയിൽ അത് ഈസ്റ്ററിന് ശേഷമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 6 ദിവസങ്ങളെ ഹേവോറോ ദിനങ്ങൾ എന്ന് വിളിക്കുന്ന 6 ദിവസങ്ങളിലാണ് സ്നാനം നടന്നുകൊണ്ടിരുന്നത്. ഉം ഇപ്പോഴും റോമിൽ ചെന്നാല് ഉം വത്തിക്കാനില് ഈ ഉം ഈസ്റ്റർ കഴിഞ്ഞുള്ള ഒരാഴ്ച അവിടെ മാസമായിട്ട് ആൾക്കാർ കൂട്ടമായിട്ട് വന്ന് കുഞ്ഞുങ്ങളെ സ്നാനം ഏൽപ്പിക്കുന്ന മാമോസ മുക്കുന്ന രീതിയുണ്ട്. ഉം ഇത് ആദിമസഭയുടെ ഒരു രീതിയാണ്. അന്നേരം ഈ കാറ്റക്യൂമൻ പീരീഡിൽ മനുഷ്യർ മരിച്ചു പോകും. ഉം ഉം അന്നേരം നമ്മൾ ഇന്നത്തെ കൂട്ടല്ലല്ലോ, അന്ന് എല്ലാ ഏജിലുള്ളവരും മാമോസ മുങ്ങുന്നുണ്ട്. ആ ഈ സഭ വലുതായി, സഭയ്ക്കുള്ളില് വിശ്വാസികളായിട്ടുള്ളവര് എല്ലാവരും വിശ്വാസികളായി ശേഷമാണ് ഈ ശിശു സ്നാനം മാത്രമായിട്ട് മാറിയത്. ആ ആ കാരണം അവിടെ ശിശുക്കൾ മാത്രമേ ഉള്ളൂ. ഉം ആദിമസഭയിൽ അങ്ങനെയല്ല, എല്ലാ ഏജിലും ഉള്ളവർ സ്നാനം ഏൽക്കുന്നുണ്ട്. ഈ ഉം എല്ലാ ഏജിലും ഉള്ളവര് ഈ വിശ്വാസ പഠിതാക്കളായിട്ടുണ്ട്. ഉം അന്നേരം അതിനകത്ത് ഏജ് കൂടിയവര് ഈ വിശ്വാസ പഠിതാക്കളായിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് മരിച്ചു പോകും. ഉം അങ്ങനെ മരിച്ചു പോയാൽ അവര് പഠിച്ച വിശ്വാസം വെറുതെ ആകി പോയരുതല്ലോ. ഉം അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ഏറ്റവും അടുത്ത ഒരാള് അവർക്ക് വേണ്ടിയും കൂടെ സ്നാനം ഏൽക്കും. ഉം എന്തുവാ? ഇൻ ദ ബിലീഫ് ദാറ്റ് വരുവാനിരിക്കുന്ന ലോകത്തില് അവരും ദൈവരാജ്യത്തിന് അംഗങ്ങളായിട്ട് മാറണം, ഉം ഉം ഈ ഉം മരിച്ചുപോയവരും. ഓക്കെ അന്നേരം അതിനു വേണ്ടി അവര് അതൊരു എന്താ പറയുന്ന ഒരു അതിന് മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുക. ഉം അങ്ങനെ സ്നാനം ഏൽക്കുക. അങ്ങനെ ഉം സ്നാനം ഏൽക്കുന്ന രീതി ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഓക്കെ അന്നേരം അത് വെച്ചോണ്ടാ പൗലോസ് ലീഹ പറയുന്നത് അങ്ങനെ സ്നാനം ഏൽക്കുന്നത് നമ്മുടെ വിശ്വാസമാണല്ലോ. അപ്പൊ ഓക്കെ അങ്ങനെ സ്നാനം ഏൽക്കുന്ന എന്തിനാ? ഈ മരിച്ചുപോയവര് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അവർക്ക് വേണ്ടി നമ്മൾ സ്നാനം ഏൽക്കുന്നത്. ഓക്കെ അതാണ് പൗലോസ് ലീഹ അവിടെ പറയുന്നത്. ഓക്കെ താങ്ക് യു അച്ഛാ. ഈ ഈ രണ്ട് ലേഖനങ്ങളും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള പല പോയിന്റുകളിൽ ഈ 15-ാം അധ്യായവും ഈ 4-ാം അധ്യായത്തിലെ ഈ ക്രിസ്തുവിന്റെ ഉയർപ്പിലെ പങ്കാളിത്തം കൂടെ പറയുന്നത് ഒരുമിച്ച് വെച്ച് വേണം നമ്മൾ വായിക്കാനും പഠിക്കാനും. ഓക്കെ വേറെ ഓക്കെ. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അച്ഛാ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം for today. Yeah. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്ലീബായ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവ്, നേരമൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചെറുങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
Mm. Okay. Thank you, Acha. Good. Thank you, Okay, everyone. bye. Have a blessed week.